ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഇറാൻ തയ്യാറാണെന്നും നാവികസേനാ കമാൻഡർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC നേവിയുടെ കമാൻഡറായ അലിറേസ തക്സീരിയാണ് പുതിയ ആണവ ചർച്ചകളിൽ ഏർപ്പെടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല അന്ത്യശാസനത്തിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. അതേസമയം ട്രംപിന്റെ സന്ദേശത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അത് വിശകലനം ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നുമാണ് തക്സീർ പറയുന്നത്. ഇറാനെതിരെ താൻ നിരവധി തവണയായി ട്രംപിന്റെ ഭീഷണികൾ കേൾക്കുന്നുവെന്നും അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നുമാണ് തക്സീർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അമേരിക്ക ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ അവരുടെ എല്ലാ ശത്രു താവളങ്ങളും അവ എവിടെയായിരുന്നാലും ആക്രമിക്കാനുള്ള കഴിവ് ഇറാൻ ഉണ്ടെന്നും തക്സീർ പറഞ്ഞു. ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തെക്കുറിച്ചോ മേഖലയിലെ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയെക്കുറിച്ചോ ഉള്ള എല്ലാ ചർച്ചകളെയും തക്സീർ നിരസിച്ചിട്ടുമുണ്ട്. ഇറാൻ ഒരിക്കലും അവരുടെ മിസൈലുകളെക്കുറിച്ചോ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കഴിവുകളെക്കുറിച്ചോ ചർച്ച ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക് അയൽക്കാരുമായി സമാധാനപരമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. മേഖലയിലെ രാജ്യങ്ങൾക്ക് തങ്ങൾ എപ്പോഴും സൗഹൃദത്തിന്റെ കൈ നീട്ടുന്നു. മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആണവ കരാറിൽ ചർച്ച നടത്താൻ ആവശ്യപ്പെട്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് കത്തയച്ചതായി സ്ഥിരീകരിച്ച ട്രംപിന്റെ അഭിപ്രായത്തിന് മറുപടിയായാണ് ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു വിധത്തിൽ ഇറാൻ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഒന്നുകിൽ ഇരു രാജ്യങ്ങളും സംസാരിച്ച് പരിഹരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇറാന് വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കും. അത് സംഭവിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് പറയുന്നുണ്ട്. മാത്രമല്ല, ഇറാനെതിരെ അമേരിക്കയ്ക്ക് സൈനികമായി ഇടപെടേണ്ടി വന്നാൽ അതൊരു ഭയാനകമായ കാര്യമായിരിക്കുമെന്നാണ് ട്രംപ് ഇറാൻ അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കത്ത് ഭീഷണിയായി തോന്നിയെങ്കിലും അതിൽ ഇറാന് ചില അവസരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി വർഷങ്ങളായി നിലനിൽക്കുന്ന സംഘർഷമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാടിന് കാരണമായിട്ടുള്ളത്. 2015 അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, റഷ്യ, മറ്റ് ലോകശക്തികൾ എന്നിവരുമായി ഇറാൻ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതിൽ ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി അവരുടെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താൻ ഇറാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2018 ട്രംപ് ഏകപക്ഷീയമായി അമേരിക്കയെ ഈ സുപ്രധാന കരാറിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ പരോക്ഷ ചർച്ചകൾക്കുള്ള സാധ്യത ഇറാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ് ഇറാൻ പലതവണയായി ആവർത്തിച്ചിട്ടുള്ളത്. അതേസമയം ട്രംപിന്റെ കർശന നിർദ്ദേശത്തിൽ നിർണായക ചുവടുവെപ്പുമായി അമേരിക്കൻ സൈന്യം മുന്നേറുകയാണ്. വ്യോമാക്രമണത്തിൽ യമനിലെ ഹൂതികളുടെ സൈനിക കേന്ദ്രം തകർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ആക്രമണത്തിലാണ് സൈനിക ആസ്ഥാനം തകർന്നത്. വ്യോമാക്രമണത്തിന്റെ വീഡിയോ ദൃശ്യം US സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. സൈനിക ജനറൽ കമാൻഡ് ആസ്ഥാനമാണ് തകർന്നതെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക തലസ്ഥാനമായ സൻഐയിലും സഅദയിലും അൽ ജൗദിലുമാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സഅദയിലെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുകളും കമ്മ്യൂണിക്കേഷൻ ടവറുകളും തകർന്നതായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായ 2ാം ആഴ്ചയും ഹൂതി ക്യാമ്പുകൾക്ക് നേരെ വ്യാപക വ്യോമാക്രമണമാണ് നടക്കുന്നത്. US ആക്രമണം കടുപ്പിച്ചതോടെ ഹൂതികൾ ഒളിത്താവളങ്ങളിലേക്ക് മാറി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ബോംബിംഗ് നടക്കുന്നത്. ശക്തി കേന്ദ്രമായ സഅദയിലും ചെങ്കടൽ തുറമുഖ നഗരമായ ഹുദൈദയിലും അരീബ് പ്രവിശ്യയിലും US ആക്രമണം നടത്തിയതായി ഹൂതികൾ അറിയിച്ചിട്ടുണ്ട്. ചെങ്കടലിൽ സഞ്ചരിക്കുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിടുന്നത് തുടരുമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഹൂതി വിമതർക്ക് നേരെ US ആക്രമണം തുടങ്ങിയത്. മാർച്ച് 15 വ്യോമാക്രമണത്തിന്റെ സഅയിൽ 53 പേർ കൊല്ലപ്പെട്ടിരുന്നു. മിസൈൽ മേധാവിയടക്കം ഹൂതികളുടെ നേതൃത്വത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞതായി US പ്രസിഡന്റിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക ആക്രമണം ശക്തമാക്കിയതോടെ ചെങ്കടലിലുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതിൽ നിന്നും ഹൂതികൾ പിൻവലിഞ്ഞിട്ടുണ്ട്. നേരത്തെ യമനിലെ ഹൂതികളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നത് അമേരിക്കയുടെ ലക്ഷ്യമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ചെങ്കടലിൽ സമാധാനമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ US വ്യോമസേന വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാനും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യമൻ തലസ്ഥാനമായ സനയിലും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലും US വ്യോമാക്രമണം തുടരുകയാണ്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം ആരംഭിച്ചത്. അമേരിക്കയുടെ ആക്രമണങ്ങൾ ഇനിയും കടുപ്പിക്കുമെന്നും ഹൂതികളുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും ഇറാന് അമേരിക്ക
താക്കീത് നൽകിയിട്ടുണ്ട്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് US-ന്റെ ഇത്തരത്തിലൊരു നടപടി. തലസ്ഥാനമായ സനയിലാണ് വ്യോമാക്രമണം നടത്തിയത്.